മക്കളെ, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി. അപ്പൊ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെയും നേവൽ അക്കാഡമിയുടെയും കീഴിലുള്ള കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ 2025 അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അപ്ലൈ ത്രൂ. എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? upsconline.nic.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപ്ലിക്കേഷനുള്ള സമയം ഇന്ന് വരെയാണ്. ജൂൺ 17 രാത്രി 11:59 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ടാവും. ഇനി ഇതിലുള്ള സീറ്റുകൾ നോക്കുക. ഇതിൽ ആർമി സെഷനിൽ 208 സീറ്റാണ്. 208 സീറ്റ് ഉണ്ട്. അതിൽ 10 സീറ്റ് പെൺകുട്ടികൾക്കാണ്. 208-ൽ 10, 208 കൂടാതെ അല്ല, 208-ൽ 10 ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ്. നേവിയിൽ 42 സീറ്റാണ്. അതിൽ 5 സീറ്റ് പെൺകുട്ടികൾക്കാണ്. എയർഫോഴ്സിൽ 3 സെഷനായിട്ടാണ്. ഫ്ലൈയിങ് സെഷൻ 92 സീറ്റാണ്. 2 സീറ്റ് അതിൽ പെൺകുട്ടികൾക്ക് പോകും. പോയിട്ട് 90 സീറ്റാണ് ആൺകുട്ടികൾക്ക് ഉണ്ടാവുക. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്നിക്കലിൽ 18 സീറ്റ്. അതിൽ 2 പെൺകുട്ടികൾക്ക്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കലിൽ 10 സീറ്റാണുള്ളത്. 2 സീറ്റ് പെൺകുട്ടികൾക്ക്. അങ്ങനെ അതേപോലെ കേഡറ്റ് എൻട്രി സിസ്റ്റം പ്രകാരം 36 സീറ്റ്. അതിൽ 4 സീറ്റ് പെൺകുട്ടികൾക്ക്. അങ്ങനെ ടോട്ടൽ 406 സീറ്റിലേക്കാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം? ഇത് ബേസിക് ഡീറ്റെയിൽസ്. ബേസിക് ഡീറ്റെയിൽ ഏതൊക്കെയാ? നിങ്ങളുടെ ID പ്രൂഫ്, ആധാർ പോലെ ഒരു ID പ്രൂഫ് ഉണ്ടാവണം. 10th സർട്ടിഫിക്കറ്റ്, +2 ഡോക്യുമെന്റ്, അങ്ങനെ നിങ്ങൾ സാധാരണ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റും വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എലിജിബിലിറ്റി നോക്കുക. അൺമാരീഡ് ആയിരിക്കണം. വിവാഹം കഴിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ആയിരിക്കണം. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ജനുവരി 1, 2007 ശേഷം ജനുവരി 1, 2010 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, 2007 ജനുവരി 1 2010 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, 2007 2010 അതിനിടയിൽ ജനിച്ചവരായിരിക്കണം. +2 പാസ്ഡ് ആയിരിക്കണം. +2 പാസ്ഡ് ആയാൽ ഏത് സബ്ജക്ട് വേണമെന്ന് പ്രശ്നമില്ല. ആർമിയിൽ നിങ്ങൾക്ക് ഏത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 208 സീറ്റിന് വേണ്ടി നിങ്ങൾ ഏത് സബ്ജക്ട് ആയാലും കുഴപ്പമില്ല, +2 പാസ് ആയിരിക്കണം. എന്നാൽ നേരെ തിരിച്ച് എയർഫോഴ്സിലും നേവിയിലും ഈ പറഞ്ഞിരിക്കുന്ന നേവി ആൻഡ് എയർഫോഴ്സ് സീറ്റുകളുണ്ടല്ലോ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഹയർ സെക്കൻഡറിയിൽ പാസ്സായിട്ടുണ്ടാവണം. ഇനി ഇതിനൊരു എക്സാമിനേഷൻ ഉണ്ട്. എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികളെ മെഡിക്കൽ ടെസ്റ്റ് വിളിക്കും, ഫിസിക്കൽ ടെസ്റ്റ്, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഇതിൽ സീറ്റ് അലോട്ട് ആവുക. അതും ശ്രദ്ധിക്കുക. ഇതാണ് അതിന്റെ ഒരു ഓവറോൾ ഐഡിയ. ഇനി അതിന്റെ ഫീസും മറ്റു ഡീറ്റെയിലും ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. എക്സാം എന്നാണ്? സെപ്റ്റംബർ 14 2025 സെപ്റ്റംബർ 14 എക്സാം. കേരളത്തില് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എക്സാം സെന്റർ ഉണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ മാത്രമാണ്. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. അത് ആർക്ക് അപ്ലിക്കബിൾ അല്ല? SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്, അതുപോലെ വാർഡ് ഓഫ് JCO, NCO, ഇവരൊക്കെ ഈ ഫീസിൽ നിന്ന് എക്സെപ്ഷനും ഉണ്ട്. ഇനി എക്സാമിന്റെ ഡീറ്റെയിൽ നോക്കുക. 2 എക്സാം ആണ്. അതായത് 900 മാർക്കിന്റെ 2 എക്സാം ആണ്. കോഡ് 1 മാത്തമാറ്റിക്സ് 300 മാർക്കിൻ്റെത്, കോഡ് 2 ജനറൽ എബിലിറ്റി 600 മാർക്കിൻ്റെത്. ഈ ജനറൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വരുന്നുണ്ട്, സയൻസ്, ബേസിക് സയൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് ജനറൽ എബിലിറ്റി എന്ന് ഒരു പേപ്പറായിട്ട്. അങ്ങനെ ഏകദേശം 900 മാർക്കിന്റെ എക്സാം ആണ്. എക്സാമിന് നിങ്ങൾ ബ്ലാക്ക് കളർ ബോൾ പെന്ന് മാത്രം ഉപയോഗിക്കുക. അത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെന്ന് ഉപയോഗിക്കുക, ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം. റൈറ്റ്. ഇനി നിങ്ങളുടെ ഒരു ആൻസർ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. കറക്റ്റായ ഓരോ ആൻസറിനും 1 മാർക്കാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. എന്നാൽ തെറ്റിയാൽ റോങ് ആൻസറിന് 1/3 നെഗറ്റീവ് ആണ്. ആ 1 മാർക്കിന്റെ 1/3 നെഗറ്റീവ് പോവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് സപ്പോസ് എക്സാം എഴുതി മെഡിക്കലും ഫിസിക്കലും ഒക്കെ പാസ്സായി നിങ്ങൾക്ക് കോഴ്സ് കിട്ടിയാൽ നിങ്ങളുടെ ഫീ ഒരു വർഷം നിങ്ങൾ അടയ്ക്കേണ്ടത് ജോയിൻ ചെയ്യുമ്പോൾ 35,376 രൂപയാണ് ഫീ. ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എന്നാൽ ഏകദേശം ഇതായിരിക്കും ഒരു വർഷത്തെ ഫീ. അതിൽ തന്നെ ഈ വരുമാന പരിധി ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴെയുള്ളവർക്ക് ഫീസ് കൺസെഷൻ ഉണ്ട്, വരുമാന പരിധി കുറഞ്ഞവർക്ക്. അതേപോലെ സ്കോളർഷിപ്പുകൾ, ഒരുപാട് സ്കോളർഷിപ്പ് ആപ്ലിക്കബിൾ ആണ്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് 2 ലക്ഷം രൂപയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ഇതിൽ വലിയ ഫീ അല്ല. അതിൽ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളും വരികയും ചെയ്യും. ഇത് കോഴ്സിന്റെ സമയത്താണ്. ഇനി ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ആർമി സെഷനിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് BSc കോഴ്സ്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ BA കോഴ്സാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹയർ സെക്കൻഡറി എല്ലാവരും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർ മാത്രമല്ല, +2 പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാം. കാരണം BA കോഴ്സ് വരെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആർമിയിൽ. എന്നാൽ നേവൽ സെഷനിൽ റിക്രൂട്ട് ആവുന്ന കുട്ടികൾക്ക് BTech കോഴ്സാണ്. എയർഫോഴ്സിലേക്ക് റിക്രൂട്ട് ആവുന്ന കുട്ടികൾക്ക് BTech ഉണ്ടാവും,
അല്ലെങ്കിൽ BSc, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവർക്ക് കോഴ്സ് പഠിക്കേണ്ടി വരിക. അപ്പൊ അത് തന്നെ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ എക്സാം എഴുതി എക്സാം ക്വാളിഫൈ ചെയ്ത് മെഡിക്കലും ഫിസിക്കലും എല്ലാം ഫിറ്റ് ആയി നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെട്ട് അവിടെ വന്നാൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡുകളും സ്കോളർഷിപ്പുകളും കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ജോലിയും അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഒരു നല്ല ഓപ്ഷനാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സീറ്റ് ഉള്ളത് എന്ന് മാത്രമാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർക്ക് നിങ്ങൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്ഷൻസ് ബാക്കിയുണ്ട്. അപ്പൊ ഇതാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.